വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇത് നമ്മളെ അതായത് 3 സ്റ്റാർ ഹോട്ടലിലെ ലാസ്റ്റ്, അതായത് അവിടെ നിന്ന് ഇറങ്ങുന്നതിൻ്റെ ബ്രേക്ക്ഫാസ്റ്റാണ് നമ്മളിപ്പോൾ കഴിക്കുന്നത്. നമ്മളെ റൂമിനോട് ബൈ ബൈ പറഞ്ഞ് ഇറങ്ങുകയാണ്. നല്ലൊരു ബാൽക്കണി ഉണ്ട്. പിന്നെ ഇങ്ങനെ വന്നാൽ ബാത്റൂമാണ്. ഇനിയിപ്പോൾ നമ്മൾ ഉച്ചയ്ക്ക് ഇവിടെ നിന്ന് ഇറങ്ങും. അതുകൊണ്ട് നമ്മൾ ഒരു നല്ലൊരു ഹോട്ടലിൽ നിന്ന് മസാല ദോശയൊക്കെ കഴിച്ച് അങ്ങനെയാണ് അവിടെ നിന്ന് ഇറങ്ങിയത്. ഫൈവ് സ്റ്റാർ ഹോട്ടൽ. അങ്ങനെ നമ്മൾ നമ്മക്ക റിസോർട്ടിലെത്തിയിട്ടുണ്ട്. നോക്കാം. ഇവിടുത്തെ നൈറ്റ് വ്യൂ അടിപൊളിയാണ്. ഇതാണ് നമ്മുടെ ബീച്ച് വ്യൂ. പറയാനില്ല, അടിപൊളിയാണ്. നൈറ്റത്തെ പിന്നെ പറയേ വേണ്ട. ഇവിടെ 2 ചെയറുണ്ട്. ഇങ്ങനെ പോയാൽ പിന്നെ ഇവിടെ 2 ചെയറുണ്ട്. ഇതാണ് നമ്മുടെ ബെഡ്. ഇവിടുന്ന് നമുക്ക് അപ്പുറത്തെ വ്യൂ കാണാം. പിന്നെ ഇവിടെ ഒരു TV ഉണ്ട്. പിന്നെ ഇവിടെ ഒരു മിററുണ്ട്. ഇങ്ങനെ പോയാൽ ഫ്രിഡ്ജുണ്ട്. പിന്നെ ബാത്റൂം.
ഇതാണ് നമ്മുടെ റൂം. ആറിയിടാനുള്ള സെറ്റപ്പ്. നൈറ്റ് ബീച്ചിലേക്ക് ഇറങ്ങണം. അവിടെ അത് പൂളുണ്ട്, ഒരു പൂളുണ്ട്, സ്വിമ്മിംഗ് പൂള്. പിന്നെ തൊട്ടപ്പുറം തന്നെ വേറൊരു സ്വിമ്മിംഗ് പൂളുണ്ട്. അതുണ്ടോ? ഇവിടുന്ന് 3 മണിക്ക് ബസ്സുണ്ട്. ബസ്സല്ല, ഒരു വണ്ടിയുണ്ട് നമുക്ക് ചുറ്റും കാണിക്കാനായിട്ട്. ഓരോരോ മണിക്കൂർ കൂടുമ്പാണ്. അപ്പം അതിന് വേണ്ടിയിട്ടൊരു കുട കരുതാം. ഇവരുടെ തന്നെ കുടയാണ്. കൊണ്ടുപോകാം. പിന്നെയുള്ള 4 മണിക്കാണ്. പിന്നെ അത്രയും സമയം നമ്മൾ വെറുതെ പോക്കണ്ടേ. മൈന ചോദിക്കും. ഇവിടെയുള്ള ഫ്രൂട്ട്സ് അല്ല, ഉള്ളിക്കെന്താ വലുപ്പാ. ഉള്ളിക്ക് കണ്ടാ വലിയ ഉള്ളി. നമുക്ക് എന്തെങ്കിലും പർച്ചേസോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഒരു മണിക്കൂർ കൂടുമ്പം അവിടുന്ന് വണ്ടി ഉണ്ടാവും, നമുക്കതിൽ പോവാം. അപ്പം നമ്മൾ ഉച്ചക്കൊന്നും കഴിച്ചില്ല, അതുകൊണ്ടാണ് നമ്മൾ പുറത്തുനിന്ന് വാങ്ങിച്ചത്. പിന്നെ വന്ന സ്ഥിതിക്കൊന്ന് ഇവിടെയൊക്കെ കറങ്ങാമെന്ന് വിചാരിച്ചു. ഇപ്പം 4:10 കഴിഞ്ഞിട്ടുണ്ട്. 4:15 ഇപ്പം വണ്ടി വരും. അതാണ് കാലി ചെരുപ്പ് ഇട്ടിട്ട് കാലിന് അവിടെ തട്ടി അവിടെ വേദനയാണ്. സബനയുടെ സ്പീഡ് പോയെന്താന്ന് വെച്ചാൽ വണ്ടി പോകുന്നതിന് ഉള്ളത് കൊണ്ടാണ്. പിന്നെ നമ്മൾ മറ്റേ റിസോർട്ടിൽ നിന്നപ്പം ഇന്നലെ നമ്മൾ ഉച്ചയ്ക്ക് 3 മണിയാകുമ്പോഴത്തേക്ക് റൂമിലെത്തി. അതിനുശേഷം നമുക്ക് പുറത്ത് പോകാം വണ്ടി എടുത്തിട്ട്. പക്ഷെങ്കിൽ ഇവിടുത്തെ ലൈസൻസ് വേണം, കൊണ്ടുപോകാം, കുഴപ്പമൊന്നുമില്ല. പക്ഷെങ്കിൽ പോലീസ് പിടിച്ചാൽ പൈസ കൊടുക്കണം. പിന്നെ നമ്മൾ പെട്രോള് അതൊക്കെ അടിക്കണം. എൻ്റെ മുടി ഇങ്ങനെ നമ്മളിപ്പോൾ ഇനി പിന്നെ നമ്മൾ സാധനങ്ങളൊക്കെ റൂമിൽ കൊണ്ടുവച്ചതിന് ശേഷം പിന്നെ നമ്മൾ ബീച്ചിലേക്ക് പോകേണ്ടിയിട്ട് വണ്ടിയിൽ പോയതാണ്.
എനക്കിത് കണ്ടിട്ട് ചിരി വന്നിട്ട് നിന്നോടാ, ഞാൻ പിടിച്ച് നിന്നതാ. നമ്മളായിട്ടും ചിരിക്കുന്ന കണ്ടിട്ട് വേറെ നാട്ടല്ലേ, അപ്പോൾ അവരെ വേറെ എന്തെങ്കിലും പറഞ്ഞാലെന്ന് വെച്ചിട്ട് ഞാൻ പിടിച്ചു നിന്ന്. നമ്മൾ വേറെ എന്തെങ്കിലും സാധനങ്ങൾ വാങ്ങിക്കാൻ കൊണ്ടുപോകില്ല, അതേപോലെ പൂച്ചേനെ മേലെയും വെച്ച് കൊണ്ടുപോകുന്നത്. ഫിജി ഐലൻഡിൽ പോയി, മായാവി പോയി. എവിടെ എവിടെ അത്? മങ്കി ബീച്ച് പോയി, സ്നോർക്കലിംഗ് പോയി. ഈ സാധനം വേണമെങ്കിൽ ഉള്ളോട്ടിട്ടാൽ മതി. ഇതാണ് നൈറ്റ് വ്യൂ. അയ്യോ, കാണുന്നതാ ആ ലൈറ്റ്, രണ്ടാമത്തെ ഘട്ടം ഉണ്ടോ? അവിടെ ലൈറ്റ് ഇല്ലാത്ത രണ്ടാമത്തെ ഘട്ടം. ഇതാണ് നമ്മുടെ റൂം. ഇപ്പം ഇവിടെ 11:15. ഇപ്പം നാട്ടിലാണെങ്കിൽ നാട്ടിലിപ്പോൾ എത്ര സമയത്തുണ്ടാവും? 9:45 ഒക്കെ ആയിട്ടുണ്ടാവുള്ളൂ. തണുപ്പുണ്ട്. ഫ്ലൈറ്റ് അതാ വരാന്ന് തോന്നുന്നു. ഒന്നത് അങ്ങോട്ടേക്ക് പോകുന്നതാ. സൂം ചെയ്ത് നോക്കട്ടെ എത്ര ആവുന്നു. സൂം എന്താ ചുവപ്പ് ലൈറ്റ് പോകുന്നതിൻ്റെ തൊട്ടാണ് പോയി കാണുന്നില്ല. എത്ര വരെ പോകുന്നുണ്ടാവുന്നു. മോനെ ഇല്ല, എത്തുന്നില്ല, കുറച്ച് കൂടി ഉണ്ട്. പക്ഷെ എന്തോ ഒരു അപ്പൊ ഞാൻ കാണുന്നില്ല. റിസപ്ഷൻ സബരേട്ടാ അവിടെ എനിക്ക് ഇവിടെ നിനക്കൊരു ഫോട്ടോ എടുത്ത് തരുമോ? ഫോട്ടോ. പിന്നെ നമ്മൾ നേരെ റൂമിലേക്ക് പോയി. പിന്നെ നമ്മൾ ഫുഡ് റൂമിലേക്ക് ഓർഡർ ചെയ്തതാണ്. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം ഒരു കോഫി ഇട്ടു. അത് ബാൽക്കണിയിൽ നിന്ന് കുടിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോ ആയിട്ട് വരാം.